ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആൻഡ് മെസ്സേജ് നോക്കാം. ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഓഫർ കിട്ടുന്നു എന്നാണ്. വളരെ വിശ്വസിക്കാവുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ഇതൊരു ജോബ് ഓഫർ ആയിരിക്കാം, ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ആയിരിക്കാം, ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്നുള്ള ഒരു ലവ് ഓഫർ ആയിരിക്കാം, ഒരു പ്രണയലേഖനമായിരിക്കാം, ഒരു പ്രണയ മെസ്സേജോ ഒരു ഇമെയിലോ ഒക്കെ ആകാം. നിങ്ങൾക്ക് വളരെ സന്തോഷം കിട്ടുന്ന ഒരു എന്തോ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു, ഒരു ഇൻറ്റിമേഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് കപ്സ് കാണുന്നത്. മാത്രമല്ല ഇത് നിങ്ങൾ കാത്തിരുന്നതാണ്, നിങ്ങൾക്ക് ഇത് വരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യമാണ്. ഒരു മിക്കവാറും ഒരു കോളായിട്ടോ ഒരു മെസ്സേജായിട്ടോ ഒരു ഇൻറ്റിമേഷൻ ലെറ്റർ ആയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത്, ഓഫർ ലെറ്റർ ആയിട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് ഇത് വരുന്നത്. നിങ്ങൾ കാത്തിരുന്നതാണ്, അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. രണ്ടാമത്തെ കാണുന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് പെൻറ്റക്കിളുകളുടെ രാജാവാണ്. രാജാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും സമ്പന്നമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഒരുപാട് പണം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഒരു രാജാവിനെ പോലെ ആയിരിക്കും ഇന്നേ ദിവസം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം, അതിനനുസരിച്ച് നിങ്ങൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആളായിരിക്കണം. മാത്രമല്ല മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും മനസ്സുള്ള ആളായിരിക്കണം. അതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്നാണ് കേട്ടോ. വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കണം, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരിക്കണം. പണം ധാരാളമായിട്ട് വരുമെന്നും അത് കിട്ടുന്നതനുസരിച്ച് മറ്റുള്ളവർക്കും കൂടെ സഹായം ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നാണ്, മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദേശത്തേക്കോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നാട്ടിലേക്കോ പോകാനുള്ള സമയമാണ്. നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ദിവസമാണ് 3 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടുന്നു, നിങ്ങൾക്ക് പോകാം. മുൻപ് ഒരാശയം മാത്രമായിരുന്നെങ്കിൽ വേണോ വേണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ഇന്നേ ദിവസം നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്നു എന്നാണ് 3 ഓഫ് വാൺസ് പറയുന്നത്. ഇനി എവിടെയെങ്കിലും നിങ്ങൾ ഒരു തീരുമാനമില്ലാതെ സ്റ്റക്കായി നിന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നർത്ഥമുണ്ട്. യാത്ര പോകുന്നു എന്നർത്ഥമുണ്ട്. വിദേശത്തേക്കോ വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ യാത്ര പോകുക എന്നർത്ഥമുണ്ട്. ജോലി ആവശ്യത്തിനായിട്ടോ അതല്ല ഭർത്താവിനെ മീറ്റ് ചെയ്യുക, കുടുംബക്കാരെ മീറ്റ് ചെയ്യുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ വിദേശത്തേക്ക് പോകുന്ന ഒരു എനർജി 3 ഓഫ് വാൺസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു യാത്ര എന്തായാലും ഉണ്ട് കേട്ടോ, യാത്ര കാണുന്നുണ്ട്. ദെൻ ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾക്ക് ബാലൻസ് വരുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങൾക്കൊരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗെയിൻ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് വേണ്ടാന്ന് വരുന്നതായിരിക്കാം. അപ്പോൾ എവിടെയോ നിങ്ങളൊരു സന്തുലിതാവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ആയിരിക്കാം, ഇനി അതല്ല ഇമോഷണലി നിങ്ങൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കുകയായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ടെമ്പറൻസ്. ഇനി അതല്ല നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ഒരു മയത്തിൽ, ഒരു നിയന്ത്രണത്തിൽ, ഒരു ബാലൻസിൽ വേണം സംസാരിക്കാൻ. ഇന്നേ ദിവസം ഒരു ബാലൻസിൽ വേണം വരവ് ചെലവ് കാര്യങ്ങൾ ചെയ്യാൻ. എത്ര വരവുണ്ടോ അതിനനുസരിച്ച് മാത്രം ചിലവ് ചെയ്യുക. ഇമോഷണലി ആരെങ്കിലും ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ പോലും നമ്മളായിട്ട് ഒരു നിയന്ത്രണം, ഒരു എന്താ പറയുന്നത്, വാക്ക് മറന്നുപോയി, നമ്മളായിട്ടൊരു കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളായിട്ടൊരു ബാലൻസ് ചെയ്യുക. ആ വാക്ക് എനിക്ക് പറഞ്ഞു, സംയമനം പാലിക്കുക. അത് തന്നെ, നമ്മളായിട്ട് സംയമനം പാലിച്ച് ആ സാഹചര്യത്തിനെ ശാന്തമാക്കുക എന്നാണ് കേട്ടോ. അതാണ് ടെമ്പറൻസ്. ഇന്നൊരു ബാലൻസിലിരിക്കണം എന്നാണ് പറയുന്നത്. ബാലൻസ് ഇല്ല എങ്കിൽ ഇന്നേ ദിവസം ബാലൻസ് ഉണ്ടാകും, ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഒരു ബാലൻസിലിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ മറ്റാരോ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ക്വീൻ ഓഫ് സ്വോർഡ്സ് പറയുന്നത്. നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നു എന്നാണ്. അതുപോലെ ഉത്തരമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ വ്യക്തതയില്ലാത്തത് കൊണ്ട് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം ഈ വെട്ടിമുറിച്ച് പരിശോധിക്കുക എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇന്നേ ദിവസം വഴക്കുകളുണ്ടാകാം, ആക്രോശങ്ങളുണ്ടാവാം, ബിക്കോസ് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ
കൃത്യമായി സംസാരിക്കുക, വ്യക്തതയോടുകൂടി സംസാരിക്കുക, കൃത്യത ഉണ്ടാക്കിയെടുക്കുക, ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ ഇന്നൊരു കാർക്കശ്യമുള്ള ഒരു സ്വഭാവമായിരിക്കും, മറ്റുള്ളവരോട് പെട്ടെന്ന് മുരണ്ടെന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അത് കുറച്ച് ഈഗോയുള്ള, കുറച്ച് അഹംഭാവമുള്ള ആളുകളായിട്ട് മറ്റുള്ളവർ നമ്മളെ ചിന്തിക്കാൻ കാരണമാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ എത്ര ഹൈ എനർജി ഉള്ള ആളാണെങ്കിൽ പോലും കുറച്ചൊന്ന് സട്ടിലായിട്ട് നിൽക്കാനൊക്കെ ശ്രമിക്കണം. ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്, ചോദ്യം ചെയ്യാനുള്ളൊരു എനർജി കൂടുതലായിരിക്കും. ഇനി നിങ്ങളെയും ചിലപ്പോൾ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമായിട്ടാണ് ക്യൂൻ ഓഫ് സോർഡ്സ് കാണുന്നത്. ക്യൂൻ ഓഫ് സോർഡ്സ് നമ്മളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നൊക്കെ തന്നെയുള്ളൊരു എനർജിയാണ് കേട്ടോ. ദെൻ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലേഡിയെ കണ്ടുമുട്ടും, അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കും എന്നൊക്കെയാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഇന്നേ ദിവസം ഇൻഡ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നേ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ രാവിലെ മുതൽ ഇൻഡ്യൂഷൻ കിട്ടും. ഇന്നിപ്പോൾ ആരെയൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് രാവിലെ തന്നെ മനസ്സിലാവും. അതുപോലെ ഒരു ഗട്ട് ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ദൂരെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ് ആയിട്ട് ഇന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഗട്ട് ഫീലിങ്ങും ഇൻഡ്യൂഷനും ഇന്ന് വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഇന്ന് നിങ്ങളോട് ആളുകൾ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കറിയാമെങ്കിൽ പോലും നിങ്ങൾ എന്നത് പറയാൻ സാധ്യതയില്ല. നിങ്ങളത് ഞാനെന്തിനാത് പറയുന്നത് എന്നുള്ള രീതിയിൽ അത് രഹസ്യമാക്കി വെക്കാൻ ശ്രമിക്കും. ഇനി നിങ്ങളുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ ഇതുവരെ അറിയാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഇന്ന് അറിയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സത്യമെന്ന് വിചാരിച്ചിരുന്നത് സത്യമല്ലായിരുന്നുവെന്നും സത്യമല്ലായിരുന്നു എന്ന് വിചാരിച്ചത് സത്യമായിരുന്നു എന്നൊക്കെ മനസ്സിലാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസ്. ഒരു നിഗൂഢതയാണ്. ഒരുതരം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളെ തന്നെ തോന്നാൻ സാധ്യതയുണ്ട്. മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് അത് നിങ്ങളിലേക്ക് ആക്ഷനായി വരുന്നു എന്നുള്ളതാണ്. ഒരു ക്വിക്കായിട്ടുള്ള ആക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നതാവാം. നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുകയാണെങ്കിൽ അയാൾ യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതാകാം. നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനാണ് കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു വാർത്ത, ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കാം, ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കത്തായിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു കോളായിരിക്കാം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ടെന്നാണ് 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസം എന്നാണ് 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇതും ഒരു യാത്രയുടെ കാർഡാണ്. എയർ ട്രാവലാണ്. വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ യാത്ര ചെയ്യാനുള്ളൊരു കാർഡാണ് ഈ 8 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇന്ന് കാര്യങ്ങൾ തകിടം മറിയുക, അട്ടിമറിക്കപ്പെടുക, ഉൾട്ട അടിക്കുക, ഇതൊക്കെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അതായത് നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻ എൻഡാകുന്നു, അവിടെ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു എന്നാണ്. നിങ്ങളിട്ട എഫേർട്ടിനുള്ള റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു. വളരെ ഭാഗ്യമുള്ള ദിവസമായിരിക്കും. ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡാകുന്ന ദിവസമായിരിക്കും. അതുപോലെ ഭാഗ്യം ഉള്ളതുകൊണ്ട് തന്നെ ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഭാഗ്യം കടാക്ഷിക്കാൻ സാധ്യതയുണ്ട്. ചിട്ടി അടിക്കുക, ലോട്ടറി അടിക്കുക, ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇന്നൊരു കാർമിക് സിറ്റുവേഷൻ എന്തായി പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, പണത്തിനെ നർച്ചർ ചെയ്യുന്ന ഒരു ഫീമെയിൽ എനർജിയാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നർച്ചറിങ് പേരൻ്റാണ്. നർച്ചറിങ് എനർജിയാണിന്ന്. നർച്ചറിങ് പേരൻ്റാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്ത് വേണമെന്ന് തോന്നിയാലും നിങ്ങൾക്ക് ഇന്ന ദിവസം അത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പണമുണ്ട്. അത് എടുത്ത് ചിലവാക്കാനുള്ളൊരു ധൈര്യവും നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എന്ത് ആവശ്യത്തിൽ എന്ന് വിചാരിക്കുന്നു ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇന്ന ദിവസം പണം സ്പെൻഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങളിന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ശേഖരിച്ച് വെക്കാൻ, ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, ചിട്ടിക്ക് പൈസ അടയ്ക്കുന്നതാവാം. അതായത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കരുതൽ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ പഴയ കൂട്ടുകാരെ ആവാം, പഴയ കൂടെ ജോലി ചെയ്ത ആളുകളെ ആവാം, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്നുള്ള ആളുകളെ ആവാം ഇന്ന് കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. അവരുമായി സംസാരിക്കുക, അവരുമായിട്ട് മറ്റുള്ള കൂട്ടുകാരെക്കുറിച്ച് സംസാരിക്കുക, പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ഇതൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നൊസ്റ്റാൾജിക് ഫീലിങ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിച്ചിട്ട് പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതും പഴയ കൂട്ടുകാരെക്കുറിച്ച് സംസാരിക്കുന്നതും ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട ആളുകളോട് പറയുന്നതാവാം. എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് ഈ 6 ഓഫ് കപ്പ് പറയുന്നത്. പ്ലസ് നിങ്ങളുടെ സഹോദരി, സഹോദരൻ, അവരിൽ നിന്ന് ഒരു സഹായം ചിലപ്പോൾ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അറിയാത്ത ആളുകളിൽ നിന്നും ഒരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു ഗിഫ്റ്റോ ജോബ് ഓഫറോ റീയൂണിയനോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഒക്കെ കിട്ടാനായിട്ട് സാധ്യത ഉള്ളതായിട്ടാണ്
6 ഓഫ് കപ്പ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സുമായിട്ടൊക്കെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ വീട്ടിലെ പെറ്റ്സുമായിട്ടൊക്കെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുക, ഇതും കൂടെ 6 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ വരുന്നുണ്ട്. ദെൻ ബോട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കുറച്ച് ഈ ക്വീൻ ഓഫ് സോഡും കിങ് ഓഫ് സോഡും ഉള്ളതുകൊണ്ട് വഴക്കാളി നേച്ചറായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ ദിവസം, ഒരു തരം ഒരു മൊരടൻ സ്വഭാവം. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ദേഷ്യം നമുക്ക് വലുതാണ്, പക്ഷേ അത് നമ്മുടെ മാത്രം ദേഷ്യമാണ്, നമുക്ക് മാത്രം പ്രിയപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് അത് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് മറ്റുള്ളവരെടുത്ത് അലക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി അപ്പനെ കാര്യം നോക്കി പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.